ഗോമാതാവിനഭിഷേകം ചെയ്യുകയാൽ ഗോവിന്ദനാമം ധരിച്ച കൃഷ്ണഹരി സംശയം കൂടാതെ താതനെ കാണാഞ്ഞു വാശിയച്ചെന്നു ജയിച്ച കൃഷ്ണഹരി. ഭഗവാൻ മഹാഭാരതത്തിൻ്റെ രത്നച്ചുരുക്കം തൻ്റെ അച്ഛനമ്മമാരെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ വസുദേവൻ തൻ്റെ പൗത്രനായ അഭിമന്യുവിനെ പറ്റി എന്തേ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുകയുണ്ടായി. അഭിമന്യു എന്നുള്ള പേര് കേട്ട മാത്രമേ തന്നെ ദേവകി, സുഭദ്ര മുതലായവരൊക്കെ മോഹാത്സ്യപ്പെട്ട് വീഴുകയുണ്ടായി. ദ്വാരകയിലെ പോലെ ഹസ്തിനാപുര രാജധാനിയിലും അഭിമന്യു ചിന്ത മിക്കപ്പോഴും എല്ലാവരെയും സ്വാധീനിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ അഭിമന്യുവിൻ്റെ ശ്രാദ്ധ ദിനം വന്നു. ദ്വാരകയിലും ഹസ്തിനാപുരത്തും ഒരേപോലെ ധാരാളം ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി പിതൃതർപ്പണം തുടങ്ങിയ ആചാരങ്ങളൊക്കെ നടത്തി അവരെ വിഭവസമൃദ്ധമായ ആഹാരം കഴിപ്പിച്ച് അസംഖ്യം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് തൃപ്തരാക്കി അയക്കുകയുണ്ടായി. ഈ സമയത്താണ് വ്യാസാചാര്യൻ അവിടെ വന്നു കയറുന്നത്. അപ്രതീക്ഷിതമായിട്ട് ലഭിച്ച ആചാര്യ ദർശനം എല്ലാവരുടെ ദുഃഖത്തിനും ഒരു സമാധാനം നൽകുന്നതായിരുന്നു. വ്യാസൻ എല്ലാവരെയും സമാധാനിപ്പിച്ചതിന് ശേഷം യുധിഷ്ഠിരനെ വിളിച്ച് ഉടനെ തന്നെ അശ്വമേധയാഗം നടത്തൂ എന്നും പറഞ്ഞ് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അശ്വമേധം ഉടനെ നടത്തണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. വളരെയധികം ചെലവ് വരുന്ന ഈ യാഗം നടത്തുവാൻ ധനം എവിടെയാണ്? യുദ്ധക്കെടുതി കാരണം മിക്കവാറും എല്ലാ ഭണ്ഡാരങ്ങളും കാലിയാണ്. അപ്പോൾ അതിനുള്ള ദ്രവ്യം എങ്ങനെയാ കണ്ടെത്തുക എന്നുള്ളതായി ചിന്ത. ധനവും രത്നവും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന കാലത്ത് പലരും അവയെ നിധികളാക്കി സുരക്ഷിതമായ പാത്രങ്ങളിൽ അടച്ച് ഭൂമിക്കടിയിൽ ഭദ്രമായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അവയെ കണ്ടെടുക്കണം. അതിനുള്ള വഴി എന്താണെന്നായി എല്ലാവരുടെയും ചിന്ത. താമസിയാതെ അശ്വമേധത്തിനുള്ള ക്ഷണം എല്ലാവരിലും എത്തിച്ചു. പാണ്ഡവരും ധാരാളം സൈന്യങ്ങളും പരിവാരങ്ങളോടും കൂടി നിധികുംഭങ്ങൾ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു. പാണ്ഡവർ രുദ്രൻ, വൈശ്രവണൻ മുതലായവരെയൊക്കെ യജിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി. പല പണ്ഡിതന്മാരുടെയും നിർദ്ദേശപ്രകാരം ശാസ്ത്രനിർദ്ദിഷ്ടങ്ങളായ ലക്ഷണങ്ങളെ മുൻനിർത്തി കുഴിച്ചു നോക്കിയപ്പോൾ ധാരാളം നിധികുംഭങ്ങൾ കിട്ടുക തന്നെ ചെയ്തു. മുഞ്ചപർവ്വതത്തിൽ നിന്ന് മരുത്വരാജാവിൻ്റെ സ്വർണ്ണ നിക്ഷേപങ്ങളെയും കണ്ടെടുത്തു. യാഗത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സ്വർണവും സമ്പത്തും ഒക്കെ അവർക്ക് അവിടുന്ന് കിട്ടുകയും ചെയ്തു. അശ്വമേധയാഗം നടത്താൻ പോകുന്നു എന്നുള്ള വിവരം കാണിച്ച് ഒരു പ്രത്യേക ദൂതനെ ദ്വാരകയിലേക്കും അയച്ചിരുന്നു. ഭഗവാൻ പരിജനങ്ങളോടുകൂടി ഹസ്തിനപുരത്തിൽ എത്തിച്ചേർന്നു. അപ്പോഴും ഈ പാണ്ഡവർ തിരിച്ചെത്തിയിട്ടില്ല. അവർ സ്വർണ്ണം അന്വേഷിച്ച് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിനു മുമ്പ് ഭഗവാൻ എത്തിക്കഴിഞ്ഞു. കുന്തിദേവി, ധൃതരാഷ്ട്രർ തുടങ്ങിയവർ ഭഗവാനെ യഥാവിധി പൂജിച്ച് സൽക്കരിക്കുകയും ചെയ്തു. പാണ്ഡവരുടെ വരവും പ്രതീക്ഷിച്ച് ഗോവിന്ദൻ അവിടെ താമസാക്കി. ഭഗവാൻ അവിടെ താമസിക്കുന്ന സമയത്ത് അഭിമന്യു പത്നിയും വിരാടപുത്രിയും ഗർഭിണിയുമായ ഉത്തരാദേവിക്ക് പ്രസവവേദന ആരംഭിക്കുകയുണ്ടായി. പാണ്ഡവരാരും തന്നെ സ്ഥലത്തില്ല. അധികം താമസിയാതെ ഉത്തര ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ അത് ഒരു ചാപ്പിള്ളയായിപ്പോയി. ഇത് കണ്ട അന്തഃപുരം മുഴുവൻ ശോകാർത്തരായി. ദ്രോണപുത്രനായ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം മൂലമാണ് ഈ അത്യാഹിതം സംഭവിച്ചത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. കുന്തിദേവി, സുഭദ്ര എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി. സഹിക്കാൻ കഴിയാത്ത ആ ദുഃഖവാർത്ത അവർ ഭഗവാനെ അറിയിച്ചു.
ഭഗവാൻ അവിടുന്ന് എഴുന്നേറ്റ് നേരെ നടന്ന് സൂതിഗ്രഹത്തിൽ എത്തി. അവിടെ നിലത്ത് കടന്നിരുന്ന ആ നിർജീവമായ ശരീരത്തെ തൻ്റെ തൃപ്പാദം കൊണ്ട് ആപാദചൂടം ഒന്ന് സ്പർശിച്ചു. അതോടുകൂടി ശിശു സജീവമായി ചലിക്കാനും കരയാനും തുടങ്ങി. കണ്ടു നിന്നവരെല്ലാം ഭഗവാന്റെ അപ്രമേയമായ മഹിമാതിശയത്തെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. ഈ കോലാഹലങ്ങൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പാണ്ഡവന്മാര് അതാ പട്ടണാതിർത്തിയിൽ എത്തിയിരിക്കണു എന്നുള്ള വാർത്ത അരമനയിൽ എത്തിയത്. ഭഗവാൻ എന്ത് ചെയ്തു? നേരെ പട്ടണാതിർത്തിയിലേക്ക് പുറപ്പെട്ടു അവരെ കൂട്ടിക്കൊണ്ടുവരാൻ. അവര് ഭഗവാനെ കണ്ടപ്പോൾ ആകെ അതിശയിച്ചു. കണക്കില്ലാത്ത അനേകം സമ്പത്തുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. എല്ലാവരും രാജധാനിയിൽ തിരിച്ചെത്തി. പിന്നീടാണ് ഭഗവാൻ കാണിച്ച ആ മായാവിലാസം പലരും പാണ്ഡവരെ പറഞ്ഞു കേൾപ്പിച്ചത്. ഉത്തരയുടെ ശിശു ജീവനില്ലാതെ പിറന്നതും ഭഗവാൻ ജീവൻ നൽകിയതുമായ മായാവിലാസങ്ങൾ പലരും ചേർന്ന് പാണ്ഡവന്മാരെ അറിയിക്കുകയുണ്ടായി. അവരും അത്ഭുത പരതന്ത്രരായി. എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി. എല്ലാം കേട്ട ഭഗവാൻ സുസ്മേരവദനനായി പാണ്ഡവരുടെയും പണ്ഡിതരുടെയും രാജ്ഞിമാരുടെയും മുന്നിൽ വെച്ച് അഭിമന്യു പുത്രനെ തൻ്റെ മടിയിലെടുത്ത് അങ്ങോട്ട് കിടത്തി. എന്നിട്ട് പരീക്ഷത്ത് 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 എന്ന് 3 തവണ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ഭഗവാൻ പറഞ്ഞു. അങ്ങനെ പരീക്ഷത്ത് എന്ന നാമകരണം ഭഗവാൻ ഇടുകയുണ്ടായി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.